എല്ലാവരും എൻ്റെ കൂടെ പാരായണം ചെയ്യുക. ആദ്യമായി സൂറത്ത് ദുഹ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ അപ്പോൾ സൂചിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദ്യത്തെ വചനം വദ്ദുഹ, ദ്വാദ് തഫ്ഖീമിൻ്റെ അക്ഷരമാണ്. അതൊന്ന് ശ്രദ്ധിക്കണം പ്രത്യേകമായി. ദുഹ, ദുഹാ എന്നായി പോരുത്. ദുഹ ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്. ഹ, വദ്ദുഹ. വല്ലൈലി ഇദാ സജ. ഈ അലിഫുകളൊക്കെയും ഓരോ ആയത്തും അവസാനിക്കുമ്പോഴുള്ള അലിഫ്, അതിനൊന്നും തന്നെ 2 ഹറക്കത്തിൽ കൂടുതൽ ദീർഘം നൽകാൻ പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. വല്ലൈലി ഇദാ സജ. മാ വദ്ദഅക ഐന്, റബ്ബുക റാഇന്റെ തഫ്ഖീം, വമാ ഖല ഖാഫിന്റെ തഫ്ഖീം. ഇവ ശ്രദ്ധിക്കുക. മാ വദ്ദഅക റബ്ബുക വമാ ഖല. വലൽ ആഖിറതു, വലൽ ആഖിറതു എന്നൊന്നും ആയിപ്പോവരുത്. ശ്രദ്ധിക്കണം, ഹംസ വ്യക്തമാക്കി പറയുക. ഖാഇന്റെ കസ്ർ ശ്രദ്ധിക്കണം. അല്പം തഫ്ഖീം മാത്രമേ ഖാഇന് വരികയുള്ളൂ, കസ്ർ ആയതുകൊണ്ട്. ഖൈറുൻ, ആഖിറ റാഇന് തഫ്ഖീമുണ്ട്. ഖൈറുൻ, ഖാഇനും റാഇനും ഒക്കെ തഫ്ഖീം നൽകണം. മറ്റക്ഷരങ്ങൾക്കൊക്കെയും തർഖീഖ്. വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊല. യുഅ്തീക, ഐനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യം ശ്രദ്ധിക്കുക. ത്വാഇന് തഫ്ഖീം നൽകണം. അതുപോലെ റബ്ബുക റാഇനും. ഫതർദ, റാഇന് തഫ്ഖീം ഉണ്ടാകും. ദ്വാദിലും തഫ്ഖീം, ദ്വാദിൻ്റെ ദീർഘത്തിലും. അവിടെ ദീർഘചിഹ്നം കൊടുത്തിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഫതർദ അലം യജിദ്ക എന്നൊരാൾ കൂട്ടി ഓതുകയാണെങ്കിൽ മാത്രമാണ് ആ ദീർഘം വരിക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. മദ് മുൻഫസിൽ ജായിസാണ്, ജായിസായ ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടൽ അനുവദനീയമാണ്. പക്ഷെ അത് എപ്പോൾ മാത്രമേ ഉള്ളൂ? അത് അടുത്ത ആയത്തുമായിട്ട് ചേർത്ത് ഓതുകയാണെങ്കിൽ മാത്രം. വഖഫ് ചെയ്യുകയാണെങ്കിൽ, നിർത്തുകയാണെങ്കിൽ ആ ദീർഘം ഉണ്ടാവുകയില്ല. 2 ഹറക്കത്ത് മാത്രമേ കൊടുക്കാവൂ. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദ. അലം യജിദ്ക, യജിദ്ക, മീമിന് മണിക്കാൻ പാടില്ല. യജിദ്ക എന്ന പദം പലപ്പോഴും പലർക്കും തെറ്റിപ്പോറുണ്ട്. യജിദ്ക എന്നൊക്കെ ജീമിന് സുക്കൂനായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. യജിദ്ക, ജീമിന് കസ്റാണ്. ദാല് ഖൽഖലത്തിന്റെ അക്ഷരമാണ്. സുക്കൂന് ഹർക്കത്ത് പോലെ വ്യക്തമാക്കണം. യതീമൻ, ഇഖ്ഫാ ചെയ്യണം. ആ തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. فآوى. ألم يجدك يتيما فآوى. ووجدك ضالا. 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകൽ നിർബന്ധമായ ലാസിമായ ദീർഘമാണത്. മദ് ലാസിം. പൂർണ്ണ പേര് മദ് ലാസിം, മുസഖൽ, കലിമി എന്നൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദീർഘത്തിൻ്റെ ക്ലാസ്സിൽ വെച്ച് മനസ്സിലാക്കാം ആ കാര്യം. ضالًا فهدى. ലാ ഇഖ്ഫാ ചെയ്യണം. തൻവീനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് പറയാം. ووجدك ضالا فهدى.
വവജദക ആയിലൻ. ആ ദീർഘം മദ് മുത്തസിൽ വാജിബ്, ഒറ്റ പദത്തിലായിക്കൊണ്ട് ദീർഘാക്ഷരവും ശേഷം ഹംസയും വന്നതുകൊണ്ടുള്ള ദീർഘമാണ്, നിർബന്ധമാണ്. 4 5 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം. ആയിലൻ ഫ, അവിടെ നേരത്തെ പറഞ്ഞ അതേ ഹുക്മ് അവ്യക്തമാക്കി മണിക്കുക, ഇഖ്ഫ. വവജദക ആയിലൻ ഫഅഗ്ന. ഫഅമ്മ, മീമിന് ഷദ്ദുണ്ട്, മണിക്കണം. ഫലാ തഖ, ഖാഫിൻ്റെ ഖൽഖലത്ത് ശ്രദ്ധിക്കണം, സുക്കൂൻ വരുമ്പോൾ ഹറക്കത്ത് പോലെ വ്യക്തമാക്കുക. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. വഅമ്മ ഷദ്ദുള്ള മീം മണിക്കുക. അസ്സായില മുത്തസിൽ വാജിബ്, നിർബന്ധമായും ദീർഘം. ഫലാ തൻഹർ, ആ നൂനിനെ മണിക്കാൻ പാടില്ല, ഇൽഹാർ ചെയ്യുകയാണ് വേണ്ടത്, വെളിവാക്കുക. വഅമ്മ അസ്സായില ഫലാ തൻഹർ. വഅമ്മ മണിക്കുക. ബിനിഅമതി റബ്ബിക, റായിനെ തഫ്ഖീം ചെയ്യുക. وأما بنعمة ربك فحدث. എല്ലാവരും എൻ്റെ കൂടെ പാരായണം ചെയ്യുക. ആദ്യമായി